മൗലിദ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചു മൗലിദ് എന്ന് പറഞ്ഞാൽ എന്താ? മൗലിദ് ഒരു പ്രധാനപ്പെട്ട ദിക്റാണത്. അള്ളാഹുവിന്റെ റസൂലിന്റെ മൗലിദ്, റസൂലുള്ളാഹിന്റെ പേര്, അമ്പിയാക്കന്മാരുടെ പേര്, അള്ളാഹുവിന്റെ മലായികത്തിന്റെ പേര്, അള്ളാഹുവിന്റെ ഔലിയാക്ക, ഇതൊക്കെ ദിക്ർ. യാ ഗൗസ് യാ മുഹിയുദ്ദീൻ, അതൊരു പ്രധാനപ്പെട്ട ദിക്റല്ലേ? വെറുതെ യാ ഗൗസ് യാ മുഹിയുദ്ദീൻ എന്ന് പറഞ്ഞ് പോകല്ലോ. അത് മഹാന്മാരാവുന്ന അള്ളാഹുവിന്റെ മശായിഖന്മാർക്കുള്ള പേരുകൾ, ബദരീകൾക്കുള്ള അസ്മാക്കൾ, ഇതൊക്കെ ദിക്റുകൾ തന്നെയാണ്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ളതായ പേര്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റാണ്. എന്നതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റുകളിൽപ്പെട്ട ദിക്റാണ് റസൂലുള്ളാഹിന്റെ പേര്. അതല്ലേ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂൽ പറഞ്ഞു, യാ ഹസ്സാനു ഉഹ്ജുൽ മുശ്രിക്കീൻ, അല്ലെങ്കിൽ യാ ഹസ്സാനു ഹാജിൽ മുശ്രിക്കീൻ. ഹസ്സാനെ മുശ്രിക്കീങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് നീ പാടണം. അതെന്താ പറയാൻ കാരണം? റസൂലുള്ളാഹിനെ ആക്ഷേപിച്ചുകൊണ്ട് മുശ്രിക്കീങ്ങൾ പാടിയപ്പോൾ അതിന് മറുപടി പറയാൻ പറഞ്ഞു ഹസ്സാനോട്. അപ്പൊ ഹസ്സാനോട് പിന്നെ അതിന്റെ കൂടെ റസൂൽ ഒരു വാക്ക് പറഞ്ഞു, ഓ ജിബ്രീലു മഅക്. ഹസ്സാനെ ജിബ്രീലിന്റെ കൂടെ ഉണ്ടാവും. ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസല്ലേ? അതിന്റെ അർത്ഥം എന്താ? ഹസ്സാനെ നീ പാടുന്ന പാട്ട് എന്നെ ആക്ഷേപിച്ചവർക്കുള്ള മറുപടി ആവുമ്പോൾ അതൊരു സാധാരണ പാട്ടല്ല ഹസ്സാനെ, അതൊരു ദിക്റാണ്, പ്രധാനപ്പെട്ട ദിക്റാണ്. നീ ആ പ്രധാനപ്പെട്ട ദിക്ർ ചെല്ലുമ്പോൾ നിന്റെ കൂടെ മലായിക്കത്തും ദിക്ർ ചെല്ലും. മലായിക്കത്ത് പാട്ട് പാടുന്ന ആൾക്കാരല്ലേ? നമുക്കറിയില്ലേ? അവർ പാട്ട് പാടുന്ന ആൾക്കാർ. എന്തെങ്കിലും പാട്ട് പാടുള്ള വല്ല പണി? ലാ യാ